നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. GK-യുടെയും കറണ്ട് അഫയേഴ്സിൻ്റെയും ഭാഗമായി നിൽക്കുന്ന UN അന്താരാഷ്ട്ര വർഷങ്ങൾ എന്ന മേഖലയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, UN ഏതെല്ലാം വർഷങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ആചരിച്ച് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. 2019 മുതലുള്ള വർഷങ്ങളാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. 2019 മുതൽ 2029 വരെയുള്ള UN അന്താരാഷ്ട്ര വർഷങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. ഇപ്പോൾ 2019 UN ആചരിച്ചത് എന്തായിട്ടാണ്? തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും ആവർത്തന പട്ടിക വർഷമായിട്ടുമാണ് 2019 UN അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിച്ചത്. UN എങ്ങനെയാണ് ആചരിച്ചത്? ആചരിച്ച് വരുന്നത് എങ്ങനെയാണ്? 2019 തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷം, ആവർത്തന പട്ടിക വർഷം. ഏതാണ്? 2019. ക്ലിയർ ആണല്ലോ. അപ്പോൾ 2019 UN എന്തായിട്ടാണ് ആചരിച്ചതെന്ന് ചോദിച്ചാൽ തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷം, ആവർത്തന പട്ടിക വർഷം. ഓക്കെ, 2020 UN അന്താരാഷ്ട്ര വർഷത്തിൽ 2020 എങ്ങനെയാണ് ആചരിച്ചത്? അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായിട്ട് ആചരിച്ചത് 2020 ആണ്. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? 2020 ആണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ് ആചരിച്ചത് ഏത് വർഷമാണ്? 2020 ആണ്. അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് ദി മിഡ്വൈഫ് എന്ന പ്രത്യേകതയും 2020 ഉണ്ട്. 2019 നോക്കുമ്പോൾ തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷം, ആവർത്തന പട്ടിക വർഷം. 2020 ആണെങ്കിലോ അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് ദി മിഡ്വൈഫ്. ക്ലിയർ ആണല്ലോ. 2021 UN എങ്ങനെയാണ് ആചരിച്ചത്? 2021 3 പ്രത്യേകതകളുണ്ട് കേട്ടോ. UN 3 അന്താരാഷ്ട്ര വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്. 2021 എന്തൊക്കെയാണ്? സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം. സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് UN ആചരിച്ചത് ഏത് വർഷമാണ്? 2021 ആണ്. സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം. അപ്പോൾ 2021 നിങ്ങളതിലെ അവസാനത്തെ ഒന്നൊന്ന് മനസ്സിലാലോചിച്ച് വെച്ചേക്കാം. നമുക്ക് ഒന്നാമതായിട്ട് എന്താ വേണ്ടേ? സമാധാനവും വിശ്വാസവും ആണല്ലേ. അപ്പോൾ സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം ഏതാ? 2021. ഓക്കെ, അന്താരാഷ്ട്ര പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമാണ് 2021. അന്താരാഷ്ട്ര പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷമാണേത്? 2021. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ ഒന്നാമതായി വേണ്ടത് പഴവും പച്ചക്കറിയാണെന്ന് ആലോചിച്ച് വയ്ക്കുക. ആദ്യം വേണ്ട എന്താ? സമാധാനവും വിശ്വാസവും, പിന്നെ പഴവും പച്ചക്കറി. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരൊക്കെയാണെന്നുള്ള രീതിയിൽ 2021 ആലോചിച്ച് വെച്ചേക്കാം. പിന്നെന്താ? ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര വർഷം 2021 ആണ്. ബാലവേല നിർമ്മാർജ്ജനത്തിലുള്ള അന്താരാഷ്ട്ര വർഷം എന്നാണ്? 2021 ആണ്. ഓക്കെ, ഒന്നാമതായിട്ട് നമ്മുടെ രാജ്യത്ത് നിന്നും ബാലവേല തുടച്ചു നീക്കണം എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. രാജ്യത്തിൻ്റെ കാര്യമല്ല കേട്ടോ, അന്താരാഷ്ട്ര വർഷമാണ്. എന്നാലും നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ 2019 തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷം, ആവർത്തന പട്ടിക വർഷം. ഓർക്കാൻ പറ്റുന്നുണ്ടോ? 2020 എന്താണ്? അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് ദി മിഡ്വൈഫ് എന്നാലോചിച്ച് വെച്ചേക്കാം. 2020. 2021 സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം, ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര വർഷം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 2022 സുസ്ഥിര പർവ്വത വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമാണ് 2022. സുസ്ഥിര പർവ്വത വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം. രണ്ടാമത്തെ കാര്യം എന്താ? ഗ്ലാസിൻ്റെ അന്താരാഷ്ട്ര വർഷം ചോദിച്ചാലും 2022 ആണ്. ഗ്ലാസിൻ്റെ അന്താരാഷ്ട്ര വർഷം എന്നാണ്? 2022 ആണ്. കരകൗശല മത്സ്യബന്ധന മത്സ്യകൃഷി വർഷം 2022. കരകൗശല മത്സ്യബന്ധന മത്സ്യകൃഷി വർഷം 2022. ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക. നമ്മൾ 1 എന്ന സംഖ്യയിൽ ആലോചിച്ച് എന്താ? ഒന്നാമതായിട്ട് സമാധാനം, വിശ്വാസം, പഴം, പച്ചക്കറി, പിന്നെന്താ? ബാലവേല നിർമ്മാർജ്ജനം. അങ്ങനെയല്ലേ ആലോചിച്ചത്? അപ്പോൾ 2 ആണ് ഇവിടെ. 2022 ആണ് അല്ലേ? 2 ആണ്. 2022 2 പേരിങ്ങനെ നടന്നു പോകുന്നതെന്ന് ആലോചിക്കാം. എവിടെ കൂടെ അവർ നടക്കുന്നത്? പർവ്വത ചെരുവിലൂടെ നടക്കുന്നത്. പർവ്വതത്തിൻ്റെ ചെരുവിലൂടെ നടക്കുമ്പോൾ അവരൊരു ഗ്ലാസ് എന്താണ് ചില്ല് കൊട്ടാരം കണ്ടുവെന്നോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു കൂട് കണ്ടുവെന്നോ ആലോചിക്കാം. ആ ഗ്ലാസിൻ്റെ കൂട്ടിനകത്ത് എന്താ അവർ കണ്ടത്? കുറച്ച് പേര് കരകൗശല പണികൾ ചെയ്യുന്നു, കുറച്ച് പേര് മത്സ്യബന്ധനവും മത്സ്യകൃഷിയൊക്കെ നടത്തുന്നു എന്ന് ആലോചിച്ച് വെച്ചേക്കാം. ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി, എല്ലാം കൂടി ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 2 പേര്. അപ്പോൾ 2022 പർവ്വത ചെരുവിലൂടെ നടക്കുകയാണ്. ഒരു ഗ്ലാസ്സിൽ കൂടി അവരെന്ത് കാണുകയാണ്? കുറച്ച് പേര് കരകൗശല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് മത്സ്യബന്ധനവും മത്സ്യകൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ച് വെച്ചേക്കാം. 2022.
ഓക്കെ, നെക്സ്റ്റ് പറയുന്ന 2023 മില്ലറ്റുകളുടെ വർഷം അല്ലേ, ചെറുധാന്യങ്ങളുടെ വർഷമാണ് 2023. ഓക്കെ, ചെറുധാന്യങ്ങളുടെ വർഷം അല്ലെങ്കിൽ മില്ലറ്റുകളുടെ വർഷമാണ് 2023, ആലോചിച്ച് വെച്ചേക്കാം. 2024 ഇയർ ഓഫ് ക്യാമൽസ് ആണ്, അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് 2024, അന്താരാഷ്ട്ര ഒട്ടക വർഷം. അപ്പോൾ 2023നും 2024നും ഓരോ പ്രത്യേകതകളാണുള്ളത്, പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. മില്ലറ്റുകളുടെ വർഷം 2023, അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകളൊന്നും കൂടി നോക്കാം. 2019 തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷം, ആവർത്തന പട്ടിക വർഷം. 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് ദി മിഡ്വൈഫ്. 2021 സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം, ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള അന്താരാഷ്ട്ര വർഷം. 2022 സുസ്ഥിര പർവ്വത വികസനത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, ഗ്ലാസിൻ്റെ അന്താരാഷ്ട്ര വർഷം, കരകൗശല മത്സ്യബന്ധന മത്സ്യകൃഷി വർഷം. 2023 മില്ലറ്റുകളുടെ വർഷം, 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2025 നോക്കാം. 2025 ഗ്ലേസിയറുകളുടെ അന്താരാഷ്ട്ര വർഷമാണ്. ഗ്ലേസിയറുകളുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര വർഷമാണ് ഇത് 2025. ഗ്ലേസിയർ അഥവാ ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള വർഷം. ഓക്കെ, ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള വർഷം അല്ലെങ്കിൽ ഗ്ലേസിയറുകളുടെ സംരക്ഷണത്തിനായുള്ള വർഷമാണ് 2025. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, ഗ്ലേസിയറുകളുടെ സംരക്ഷണത്തിനായുള്ള വർഷം. ആലോചിച്ച് വെച്ചേക്കുക. ഓക്കെ, ഗ്ലേസിയറുകളുടെ അല്ലെങ്കിൽ ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള വർഷമാണ് 2025. 2026 നോക്കാം. വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷമാണ് 2026. വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം എന്നാണ് 2026. വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷമാണ് 2026. സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷമാണ് 2026. സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം ഏതാണ്? 2026. റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷമാണ് 2026. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് ആണ് 2026. വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം, റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം. ഏത് വർഷമാണ്? 2026. മറന്നു പോകരുത്. അപ്പോൾ 2025 ഗ്ലേസിയറുകളുടെ സംരക്ഷണത്തിനായുള്ള വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം. 2026 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം, റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം. ക്ലിയർ ആണല്ലോ 2025 2026. നെക്സ്റ്റ് വരുന്നത് 2027 2027 സുസ്ഥിര ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സുസ്ഥിര ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം. ഇനി വരും വർഷങ്ങളിൽ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങളും ആഡ് ചെയ്യാം കേട്ടോ. നിലവിൽ സുസ്ഥിര ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കാനാണ് 2027 തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത വരുന്നത് 2029 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധ ഗ്രഹപ്രതിരോധ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധ ഗ്രഹപ്രതിരോധ വർഷമായിട്ടാണ് 2029 ആചരിക്കുന്നത്. അപ്പോൾ 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം, 2025 ഗ്ലേസിയറുകളുടെ സംരക്ഷണത്തിനായുള്ള വർഷം അഥവാ ഹിമാനികളുടെ സംരക്ഷണത്തിനായുള്ള വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം. 2026 വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം, റേഞ്ച് ലാൻഡുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും അന്താരാഷ്ട്ര വർഷം. 2027 സുസ്ഥിര ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം. 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധ ഗ്രഹപ്രതിരോധ വർഷം. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ 2019 മുതൽ 2029 വരെ UN അന്താരാഷ്ട്ര വർഷങ്ങളാണ് പറഞ്ഞത്. UN ഏതെല്ലാം രീതിയിലാണ് ഓരോ വർഷവും ആചരിക്കുന്നത് എന്ന രീതിയിലാണ് പറഞ്ഞത്. 2019 തദ്ദേശ ഭാഷകളുടെ അന്താരാഷ്ട്ര വർഷം, ആവർത്തന പട്ടിക വർഷം. 2020 അന്താരാഷ്ട്ര സസ്യാരോഗ്യ വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സസ് ആൻഡ് ദി മിഡ്വൈഫ്. 2021 സമാധാനം, വിശ്വാസം, പഴം, പച്ചക്കറി, ബാലവേല നിർമ്മാർജ്ജനം. 2022 പർവ്വത വികസനം,
ഗ്ലാസ്, കരകൗശല മത്സ്യബന്ധന, മത്സ്യകൃഷി. 2023 മില്ലറ്റ്സ്, 2024 ഒട്ടകം, 2025 ഗ്ലേസിയറുകളുടെ സംരക്ഷണം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, 2026 വനിതാ കർഷകർ, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ വർഷം, റേഞ്ച് ലാൻഡറുകളുടെയും പാസ്റ്ററലിസ്റ്റുകളുടെയും വർഷം, 2027 സുസ്ഥിര ടൂറിസത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം, 2029 അന്താരാഷ്ട്ര ചിഹ്നഗ്രഹ അവബോധ ഗ്രഹപ്രതിരോധ വർഷം. പോയിൻറ്റ്സ് ക്ലിയർ ആയെന്ന് കരുതുന്നു. മനസ്സിലാവാത്തവർ വീണ്ടും ക്ലാസ് കേൾക്കുക. താങ്ക്